ഒരേ പ്രോംപ്റ്റ് പലരും ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ തന്നെ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ പല വ്യത്യസ്തമായ ഔട്ട്പുട്ടുകൾ തരുന്ന ChatGPTയുടെ അടുത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കൃത്യമായ ഔട്ട്പുട്ട് കിട്ടുന്ന പ്രോംപ്റ്റ് മാത്രമേ ഞാൻ ഇൻപുട്ട് ചെയ്യുകയുള്ളൂ എന്ന് വാശി പിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഈ പ്രോംപ്റ്റിംഗ് ടെക്നിക്കുകളിലും ഫ്രെയിംവർക്കിലും ഒന്നും കാര്യമില്ലേ? അങ്ങനെയല്ല. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മളൊരു ജനറിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ് എടുത്ത് പയറ്റുന്ന സമയത്ത് ചിലരുടേത് ശരിയാകും, ചിലരുടേത് ശരിയാവില്ല. നമ്മളൊരു പുതിയ ആളെ പരിചയപ്പെടുന്ന സമയത്ത് അയാളോട് എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത് എന്നൊക്കെ പതിയെ നമ്മൾ പഠിച്ചു വരില്ലേ? ഇത് ഒറ്റ തവണ കൊണ്ട് ശരിയാവുന്നതല്ലല്ലോ. ജീവിതത്തിലാണെങ്കിലും നമ്മൾ വിജയത്തിലേക്ക് വരുന്നതിന് മുൻപ് പലതവണ നമ്മൾ പരീക്ഷിച്ചൊരു പക്ഷേ പരാജയപ്പെട്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത് പ്രോംപ്റ്റിംഗ് പഠനത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പതിയെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പ്രോംപ്റ്റിങ്ങിനെ AI ടൂളുകളെയൊക്കെ മെരുക്കിയെടുക്കാൻ പറ്റണം. അടുത്ത തവണ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് അടപടലം ചീറ്റി പോകുമ്പോൾ നമുക്ക് മനസ്സിൽ പറയാൻ പറ്റണം, ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്.